ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു പുഡിങ്സാണ്. അതിന് ഞാൻ കരിക്ക് എടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ വേണ്ടത് ചൈന ഗ്രേപ്സാണ്. അത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബിസ്ക്കറ്റ്, കശുവണ്ടി, പാല്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഊരാനായിട്ട്. നന്നായിട്ട് കുതിർന്ന് വരണം. നന്നായിട്ട് നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത കരിക്കൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് കുക്കി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ബിസ്ക്കറ്റും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ക്രീം ബിസ്ക്കറ്റ് കൂടെ നമുക്കൊന്ന് അതിനുള്ള 3 കവർ ബിസ്ക്കറ്റാണ് ഞാൻ ഇപ്പോൾ പൊടിച്ചെടുക്കാൻ പോകുന്നത്. പാത്രം വെച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ചൈന ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. അപ്പം നമ്മൾ എടുത്ത് ഒന്ന് അടിച്ച് വെച്ചിരിക്കുന്ന കരിക്ക് ഒഴിച്ച് കൊടുക്കാം. ചൈന ഗ്രേപ്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. അല്പം ഒന്ന് തണുക്കട്ടെ. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ കരിക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.